ഞാനുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ CPM-ന്റെ എന്ന് പറഞ്ഞ അന്നൽ ഷഫീഖ് ഉന്നയിച്ച ആരെങ്കിലും വോട്ട് വെട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രദേശത്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അല്ലാതെ ഒരു പേപ്പറിൽ വന്നിട്ട് ഇതാ രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം ഇവിടം വെച്ച് അവസാനിക്കും. ഷഫീഖ് റഹ്മാൻ അതിന് തയ്യാറാണ്. ഇപ്പൊ ഇന്നലെ എന്തോ പറഞ്ഞു, മൻസൂറിന്റെ മുണ്ടിട്ട് നടക്കേണ്ട എന്തോ ഒരു കഥ പറഞ്ഞു. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതിയിലേക്ക് മൻസൂർ മണ്ണാർക്കാട് അറിയിച്ച് പോകേണ്ടി വരും. പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് നടന്ന ഏതൊരു കാര്യത്തെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കേണ്ട. ഒരു 10 കൊല്ലത്തിന് മുമ്പ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങൾ ഇന്നേക്കാൾ കൂടുതൽ അറിയുന്നത് ഇപ്പോഴത്തെ മുനിസിപ്പൽ ചെയർമാനാണ്. രണ്ടാമത് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ചില പ്രവർത്തികളും അത് ഏറ്റവും ചോദിക്കാൻ അനിവാര്യത നമ്മളവിടുത്തെ പാവപ്പെട്ട കണ്ടി ലഞ്ച് ജീവനക്കാരുണ്ട്, അവരോട് ചോദിക്കാവും ഏറ്റവും നല്ലത്. പിന്നെ ഷഫീഖ് റഹ്മാൻ എന്റെ തലയിൽ മുണ്ടിട്ട് നടക്കുന്നതിനേക്കാളും ഉപരി ഷഫീഖ് റഹ്മാന്റെ പകുതിപ്പായിരുന്നു. ഷഫീഖ് റഹ്മാൻ കുറുക്കല്ലേ പകുതി കുറുക്കിയിട്ട് നടക്കുന്നില്ല. അല്ലാതെ എന്റെ തലയിൽ തോറ്റ് മുണ്ടിട്ട് നടപ്പിച്ചാൽ വിജയിച്ചെന്ന് മനസ്സൂർ വരുത്തിക്കും. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഇനി പറയിപ്പിക്കരുത്. കാരണം വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അതിനെ എനിക്കെതിരായിട്ട് ഇന്നലെ വ്യക്തിപരമായിട്ട് എന്താ പറഞ്ഞത്, തലയിൽ തോട്ടിടേണ്ടി വരും. ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാൻ 2-3 ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത് അതിനെക്കുറിച്ചൊരു അക്ഷരം ഇന്നലെ മുന്തിയില്ലല്ലോ. അതെന്തേ ഉണ്ടായിരുന്നത്? യാഥാർത്ഥ്യമാണ്. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഇന്നാണ് മറുപടി തരുന്നത്. എന്റെ അന്ന് മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിന് ഇന്നലെയാണല്ലോ മറുപടി തരുന്നത്. വസ്തുതയുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം ഷഫീഖിനെ നെഞ്ചിലേറ്റി നടക്കുന്നു എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 മാസം കഴിഞ്ഞാൽ നെഞ്ചിലേറ്റിയ ഷഫീഖ് റഹ്മാന്റെ ഗതി എന്തായിരിക്കുമെന്ന് അവിടുത്തെ ആളുകൾ കാണിച്ചു കൊടുക്കും. കാരണം അവിടുത്തെ ആളുകളെ കൂടെ കൂട്ടുകയല്ല ചെയ്തത്, അവിടുത്തെ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അവരുടെ ജനാധിപത്യത്തെ വോട്ട് വെട്ടിക്കൊണ്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. അതൊരു ശരിയായ പ്രവണതയല്ല എന്ന് അവിടുത്തെ ആളുകൾ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പൊ തുടങ്ങിയതല്ല. അപ്പോ ഇടക്കിടക്ക് മുനിസിപ്പൽ ചെയർമാൻമാർ 35 കൊല്ലത്തെ പാരമ്പര്യമാണ്. 35 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് മുണ്ടേക്കരാട് പാലത്തിന്റെ അക്കരെയാണ് 35 വർഷത്തെ പാരമ്പര്യം. ആ പാരമ്പര്യത്തോട് കൂടെയാണ് 2015 നാരങ്ങപ്പറ്റയിലേക്ക് വന്നത്, പാരമ്പര്യം കാക്കാൻ വേണ്ടി. ആ നാരങ്ങപ്പറ്റയിൽ ഞാനും ചെയർമാനും മത്സരിക്കുന്ന സമയത്ത് UDF മൃഗീയമായ ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു നാരങ്ങപ്പറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് എവിടെയാണോ ഇഷ്ടം ചെയർമാൻ മത്സരിക്കാൻ, ആ ഇഷ്ടത്തിന് സീറ്റ് കൊടുക്കുന്ന സ്ഥലത്തിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് നാരങ്ങപ്പറ്റ. ആ നാരങ്ങപ്പറ്റയിൽ വന്ന് അന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതിന്റെ പ്രയാസവും പരിഭവവും ഇന്നും മുനിസിപ്പൽ ചെയർമാൻ മാറിയിട്ടില്ല. അത് തന്നെയാണ് മൻസൂറിനെ ഇത്ര വേട്ടയാടിക്കൊണ്ട് ഇരിക്കുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ തെരഞ്ഞെടുപ്പിനാകെ 2 മാസമുള്ളൂ. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയാം, ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം കൊണ്ടായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDF മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതിന്റെ വെപ്രാളം കൊണ്ട് തന്നെയാണ് ഇത്തരം ആക്ഷേപങ്ങളെല്ലാം വ്യക്തിപരമായി കൊണ്ട് വരുന്നതും. ഇല്ലാത്ത കഥകൾ ആരെങ്കിലും എഴുതി തരുമ്പോൾ അതിന്റെ കൂടെ നിന്നുകൊണ്ട് കൌൺസിൽ യോഗത്തിൽ അജണ്ട കൊണ്ടുവന്ന് വിജിലൻസ് മൻസൂറിനെ അന്വേഷിക്കുന്നു
മൻസൂർ കേസിൽപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന്റെ ഇടയിൽ മോശക്കാരനാക്കാനുള്ള പദ്ധതി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയുമുണ്ട് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഒരു കാലത്തും സ്വപ്നം കാണാത്ത രൂപത്തിലുള്ള ഒരു റോഡും ഒരു നാടുമാക്കി എന്നുള്ളതിൽ ഞാൻ വലിയ അഭിമാനം തന്നെയാണ്. പക്ഷേ ആ റോഡിൽ വകമാറ്റി ചെലവഴിച്ചു. എവിടുക്കാണ് അവരുടെ ആക്ഷേപം വളരെ രസകരമാണ്. ആ പ്രദേശത്ത് ചെലവഴിക്കേണ്ട ഫണ്ട് കുറച്ച് മുകളിലോട്ട് നീട്ടി വിട്ടു എന്നാണ്, വകമാറ്റി ചെലവഴിച്ചു എന്നാണ്. ഈ വകമാറ്റി ചെലവഴിക്കുന്നത് ആരാണ്? ഒരു കൗൺസിലറാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മൊത്തം പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കണം ഒരു കൗൺസിൽ യോഗത്തിൽ. അങ്ങനെ തീരുമാനിച്ച് കൗൺസിൽ തീരുമാനമെടുത്തു. പിറ്റീസ് തന്നെ അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കും ഉദ്യോഗസ്ഥന്മാർ. അവരുടെ പണി എന്താണ്? ഇപ്പൊ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലെ ബിൽഡിംഗ് ഏത് കാലത്ത് പൊളിക്കാൻ വേണ്ടി കൗൺസിൽ തീരുമാനമെടുത്തതാണ്? എന്താണത് പൊളിക്കാത്തത്? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിക്കപ്പെടണം. അത് പൊളിക്കുന്നതിന് മുമ്പ് അതിന്റെ എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടാവണം. ഈ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഈ റോഡ് പണിയെടുക്കേണ്ടത് ആരാണോ? നമ്മളാണ്. നമ്മൾ ഫണ്ടിന് വേണ്ടി പല ഭാഗത്തും കൊണ്ടുവരും. അത് കൊടുക്കുക, അത് ടെൻഡർ ചെയ്യുക, അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരല്ല. ഞാൻ ഒരിക്കലും ആ റോഡ് പണിയെടുത്ത ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ആ റോഡ് വർക്കെടുത്ത കോൺട്രാക്ടർ എന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മൾ കഴിയില്ല. കാരണം എങ്ങനെയാണോ ആ നാടിനെ ചേർത്തി പിടിക്കേണ്ടത്, എങ്ങനെയാണോ ആ വർക്ക് ചെയ്യേണ്ടത് എന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആ വർക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ കാണണം. ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ 1-2 മരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ലീഗുകാരൊക്കെ അത് കാണുന്നത്. ആ റോഡ് അത് കണ്ടോടുകൂടി അവരെ കാറ്റ് പോയിട്ടുണ്ടാവും. കാരണം ആ നാടിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളത് അത്രയ്ക്ക് റിസ്ക് എടുത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കേസ് അതാണ്. അപ്പൊ അത് ഇതിന്റെ മുകളിൽ ചാർത്തിക്കൊണ്ട് വിജിലൻസിന് അന്വേഷിക്കുക എന്നുള്ളത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് പത്രസമ്മേളനം വിളിച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ സെക്രട്ടറിയോട് ചോദിച്ചു, അല്ല സെക്രട്ടറി, ഈ വിജിലൻസ് അന്വേഷണത്തിന് കുറെ മാനദണ്ഡങ്ങളും കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോ ഇതെങ്ങനെയാണ് ഇങ്ങനെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്യാം? സെക്രട്ടറി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അയാൾക്ക് അന്തമില്ലാത്തവനാണ്, അല്ലേ നമ്മൾ പറയാം. അല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ടതുണ്ടോ ഓംബുഡ്സ്മാൻ ആർക്കൊക്കെയാണെന്നാണ് ഞാനറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ സെക്രട്ടറിയോട് തിരിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറയാം, അങ്ങനെ ഓംബുഡ്സ്മാന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൗൺസിൽ യോഗത്തിൽ കൊണ്ടുവരണം. കാരണം വിവരമില്ലാത്ത ഒരു അജണ്ട. പിന്നെ ചെയർമാന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ അവരോട് പറയേണ്ട കാര്യമല്ല. ചെയർമാന്റെ വണ്ടിയിൽ എന്താണെന്നുള്ളത് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. നാട് നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ പാവപ്പെട്ടവരെ കൂട്ടുപിടിക്കാനോ അല്ല നോക്കുന്നത്. അയാളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ 5 കൊല്ലത്തിൽ നഗരസഭയെ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജനസേവനം എന്ന് പറയാൻ ഒന്നുങ്ങൾ എണ്ണി പറയും. ജനസേവനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് കടക്കാം. ലൈഫ് പദ്ധതിയിൽ 3 ആളുകൾക്ക് അർഹതല്ലാത്ത ആളുകൾക്ക് വീട് കൊടുത്തു എന്നാണ്. ഇയാൾക്ക് എന്താണത് പറയാനുള്ള അർഹത? ഈ 5 കൊല്ലത്തിന്റെ ഇതിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട്? എന്തായാലും മറുപടി പറയട്ടെ. ചെയർമാനെ ഞാൻ വെല്ലുവിളിക്കണം, മുഖാമുഖത്തിലിരിക്കട്ടെ ചെയർമാൻ. എങ്ങനെയാണ് ആർക്കും കൊടുക്കാത്ത ഒരു അനർഹരായ 3 ആളുകൾക്ക് കൊടുത്തു എന്ന് പറയുന്നത്? പിന്നെ കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഞാൻ അവിടെ വീടുകൾ കണ്ടമാൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത വാർഡായി നാരായണപ്പറ്റയെ പറഞ്ഞത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. പിന്നെ നാരായണപ്പറ്റയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നായാടിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നന്നായിട്ട് ഞങ്ങളുടെ CPM-ന്റെ കൗൺസിലർമാരുടെ ഏത് വാർഡിലാണ് വികസനം നടക്കാത്തത്? എല്ലാ വാർഡുകളിലും നല്ല രൂപത്തിൽ വികസനം നടക്കുന്നുണ്ട്, നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഈ സർക്കാർ കൊടുക്കൊണ്ടാണല്ലോ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വികസനങ്ങളെല്ലാം അങ്ങനെ നല്ലപോലെ നടന്നു പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച പല സമയത്തും ഉന്നയിച്ച നടക്കാത്ത കാര്യങ്ങൾ പലതുണ്ട്. എന്താണ് ഞങ്ങൾ ഉന്നയിച്ചത്? ഇവിടെ പാവപ്പെട്ട ആളുകളെ അവരെ കൂടെ നിൽക്കണം, അവരെ സഹായിക്കണം. ഭവനമില്ലാത്ത
ആളുകൾക്ക് മുഴുവൻ വീട് കൊടുക്കണം, സമ്പൂർണതയിലേക്ക് പോകണം എന്ന് പലതവണ 2020 മുതൽ ഞങ്ങൾ പറയണം. ഒരു കൈതക്കളം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാമാന്യമായ ഒരു മര്യാദ ഉണ്ടല്ലോ. ഇപ്പോ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനോട് പറയുക, MLA-യോട് പറയുക, മന്ത്രി വരും, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ കൈതക്കുളം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയിൽ നമ്മൾ എഴുതിയത് കൈതക്കുളം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ വകുപ്പ് മന്ത്രിയാണല്ലോ MP രാജേഷ്, തദ്ദേശ മന്ത്രിയാണ് MP രാജേഷ്. അദ്ദേഹത്തിന് ചെയർമാൻ ഒരു കത്ത് കിട്ടണം എന്ന് നമ്മളൊരു സാമാന്യ മര്യാദക്കാണ് നമ്മൾ പറയുന്നത്. ആളെ കത്ത് കൊടുത്തു. അന്ന് രാത്രി ഞാൻ ആൾ ഫോൺ വിളിച്ചു. ആൾ മറുപടി എന്നോട് പറഞ്ഞത്, ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല. കുട്ടികളെ പോലെ ഈ കൗൺസിൽ യോഗത്തിലും അല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്റെ കത്ത് തരില്ല, വേറെ ഏതെങ്കിലും മന്ത്രിക്ക് കത്ത് തരാം എന്ന്. അപ്പൊ പിന്നെ ചെയർമാൻ തന്നെ ഒരു ബോധ്യം കാണും. ഇപ്പോ മന്ത്രി വിളിച്ചാലൊക്കെ വരും. അപ്പൊ അതിന്റെ ഞാനൊരു അപഹാസ്യ കഥാപാത്രമായി മാറരുത്. മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അധ്യക്ഷൻ എവിടെ എന്നുള്ളത് മന്ത്രി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു പ്രയാസം, പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർമാനെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാണ് മണ്ണാർക്കാട് പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ മന്ത്രി വരുന്ന സമയത്ത് അധ്യക്ഷനെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ചർച്ചയിലേക്ക് പോകുന്നത് മോശമല്ലേ എന്നുള്ള നിലക്കാണ് നമ്മൾ പിന്നെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടായത്. അതിലൊരു വാചകം ഒരു വാചകം നമ്മളായി മന്ത്രിയെ കൊണ്ടുവരുന്നതിനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവസാനം ഞാനൊരു വാചകം എഴുതി കൊടുത്തത് പിന്നെ നമ്മുടെ MP രാജേഷ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാകും എന്ന് അറിയുന്നതിനാൽ ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെയും നമ്മുടെ MLA എന്നൊരു വാചകം ഞാൻ അതിൽ എഴുതി. നമ്മുടെ MLA എന്നുള്ളൊരു വാചകം അത് എഴുതാനൊരു കാരണമുണ്ട്. ഇപ്പോ നമുക്ക് ഫണ്ട് തന്നാൽ ആ തന്ന എല്ലാ ആളുകളെയും നമ്മൾ വിളിക്കണം. അത് ഞങ്ങളൊരു പാർട്ടി നയം, അല്ലാതെ ഒന്നിൽ വാങ്ങിയിട്ട് പിന്നെ ആളെ കാണുമ്പോൾ പോകലല്ലേ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഇബ്രാഹിം കൗൺസിലർക്കൊക്കെ MLA ഫണ്ട് അനുവദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു മന്ത്രി വരുമ്പോൾ MLA വിളിക്കും. നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ളത്, നമ്മളെ പാർട്ടി നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ നമ്മുടെ എന്ന് വെച്ചോടത്ത് ചില കുഴപ്പമുണ്ടായോ എന്നൊക്കെ സംശയമുണ്ട്. കാരണം ചില കുപ്പായങ്ങളൊക്കെ തുന്നി എല്ലാം കൃത്യമായി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ വലിയ ജനകീയനാണ്, ഇത്രത്തോളം ജനകീയ സ്വാധീനമുള്ള ആളുകളൊന്നും മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയെ കൊടുന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾക്കതിനെതിരില്ല കേട്ടോ. ഞങ്ങളിപ്പോ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സമുന്നതനായ നേതാവാണ്. അവർ വിളിക്കുന്നതിന് നമുക്കെതിരല്ല. പക്ഷേ അതിന്റെ കുറെ വകുപ്പ് മന്ത്രിമാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരുന്നത്? കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരുന്നത് ഷിട്ട ഷർട്ട് ഒന്നും കൂടി തേച്ച് മിനുക്കി ഉറപ്പിച്ച് വെക്കണല്ലോ. അതിനാണല്ലോ പല റീൽസും കാണുന്നത്. അപ്പോ അത് കാരണം ഇത് കാരണം അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിലവിൽ നമ്മളോടൊക്കെ വലിയ വിയോജിപ്പ് ഉണ്ടാകും. ആ വിയോജിപ്പ് കൊണ്ടൊന്നും നമ്മളെ തളർത്താനോ CPM-ന്റെ കൗൺസിലർമാരെ തളർത്താനോ എന്നാൽ അത് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ മണ്ണാർക്കാട്ടെ ജനങ്ങൾ അതങ്ങനെ കണ്ടു നിൽക്കുന്നതിനുള്ള ധാരണയുണ്ടായിരുന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ കൗൺസിലർമാരാണൊക്കെ വിജിലൻസിന് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിൽ ആദ്യം ഓരോ കുട്ടികളോട് പറഞ്ഞ് ഈ പഠിക്കുന്ന നിൽക്കുന്നത്. ഞങ്ങളോട് അങ്ങനെയല്ല ഞങ്ങളെ പാർട്ടി. ഞങ്ങളോട് പറഞ്ഞു ഉഷയോടുകൂടി മുന്നോട്ട് പോകണം. ആ ഉഷ പാർട്ടിയുടെ ബലമാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്കിതൊരു വിജിലൻസ് അല്ല, ED വന്നാലും ശരി ഞങ്ങൾ അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന ആളല്ല. പക്ഷേ ഈ അജണ്ടയിലെ നിങ്ങളൊരു നടപടി എടുക്കുമോ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ?